അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ബിൻ ലാദനെ പോലും ഒരു കാലത്ത് അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. ബിൻ ലാദനെ വളർത്തിക്കൊണ്ടുവന്ന അമേരിക്ക തന്നെയാണ് റഷ്യക്കെതിരെ. പക്ഷേ തങ്ങൾക്കെതിരെ തിരിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാഹചര്യങ്ങൾ മാറിയപ്പോ അയാൾ വലിയ തീവ്രവാദിയായി എന്ന് പറയുന്ന പോലെ ഇറാനിലെ ഈ സമരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്ക തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇറാനിലെ സാധാരണക്കാരന്റെ കാര്യം ആലോചിച്ച് നോക്കൂ, യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഈ വിപ്ലവത്തിനെല്ലാം അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇന്റർനെറ്റ് ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. അതും അമേരിക്കയല്ല കൊടുത്തത്, അമേരിക്കയിലെ വൻ സമ്പന്നൻ എലോൺ മസ്ക് അയാളെ പ്രൊവൈഡ് ചെയ്തത്. മസ്കിന്റെ സ്റ്റാർലിങ്ക് ആണ് അവിടെ ഡിഷുകൾ സ്ഥാപിച്ചത്. പക്ഷെ നിലവിൽ ഇന്റർനെറ്റ് എല്ലാം കെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇന്റർനെറ്റ് കാണുന്ന ഒരു മനുഷ്യന് ആധുനിക ലോകത്തെ പറ്റി, മറ്റുള്ളവർ ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അവർക്കും അങ്ങനെ ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നിയാൽ, അതിനായി പരിശ്രമിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ?